Welcome to Echoes of the Word. If this homily speaks to you, share it, like it, and leave a comment. Let your voice become part of the echo. ഒരു ചരിത്രപുസ്തകം തുറന്നാൽ അലക്സാണ്ടർ ദി ഗ്രേറ്റ്, നെപ്പോളിയൻ തുടങ്ങിയ പേരുകൾ കാണാം. അക്രമത്തിലൂടെ അതിർത്തികൾ മാറ്റിയ പുരുഷന്മാർ. വിശുദ്ധരുടെ കലണ്ടർ തുറന്നാൽ അസീസിയിലെ ഫ്രാൻസിസ്, മാക്സിമിലിയൻ കോൾവേ, കൊൽക്കത്തയിലെ മദർ തെരേസ്, ഗാന്ധിജി, മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. സ്നേഹത്താലും ത്യാഗത്താലും ഹൃദയങ്ങളെ മാറ്റിയ സ്ത്രീകളും പുരുഷന്മാരും. രണ്ടു തരം മഹത്വം, രണ്ടു തരം ശക്തി. ഇന്ന് അനുഗ്രഹങ്ങളിൽ സ്വർഗം അനുഗ്രഹീതരെന്ന് വിളിക്കുന്ന ചരിത്രത്തിന്റെ ഏത് വശമാണെന്ന് യേശു നമുക്ക് വ്യക്തമായി കാണിച്ചു തരുന്നു. നമ്മുടെ തരത്തിലുള്ള മഹത്വം തിരഞ്ഞെടുക്കാൻ അവിടുന്ന് നമ്മെ ക്ഷണിക്കുന്നു. ഇന്ന് നമ്മൾ വീണ്ടും ആ അനുഗ്രഹങ്ങൾ കേൾക്കുന്നു. മുദ്രാവാക്യങ്ങളായല്ല, കവിതകളായല്ല, പകരം ഒരു ജീവനുള്ള ചിത്രമായി. ഒരു ശിഷ്യൻ ഉള്ളിൽ നിന്നു കാണപ്പെടുന്നത് ഇങ്ങനെയാണ്: കരുണ, ശുദ്ധമായ ഹൃദയം, സമാധാനം സ്ഥാപിക്കൽ, അതിനു വില നൽകുമ്പോഴുള്ള വിശ്വസ്തമായ ധൈര്യം. ഇതൊന്നും നമ്മുടെ സ്വന്തം പരിശ്രമത്തിൽ നിന്ന് തുടങ്ങുന്നില്ല. അത് ഒരു സമ്മാനമായി തുടങ്ങുന്നു, നമ്മുടെ മാമോദീസാ ദിനത്തിൽ തന്നെ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, കാരണം അവർക്ക് കരുണ ലഭിക്കും. കരുണ എന്നത് വെറും തോന്നലല്ല, അത് ചലിപ്പിക്കുന്ന അനുകമ്പയാണ്, പ്രവർത്തനമാണ്. ബൈബിളിൽ കരുണയ്ക്ക് രണ്ടു പ്രധാന മുഖങ്ങളുണ്ട്: ആവശ്യക്കാരെ പരിപാലിക്കുക, നമ്മെ വേദനിപ്പിക്കുന്നവരോട് ക്ഷമിക്കുക. കൊൽക്കത്തയിലെ മദർ തെരേസയെ ഓർക്കുക. ഒരു വിളിയുടെ ഉള്ളിലെ വിളി കേട്ട ശേഷം അവർ സമ്പന്നരുടെ ക്ലാസ് മുറി വിട്ടു ചേരികളിലേക്ക് പോയി. കാളിഘട്ടിലും തെരുവുകളിലും നിന്നും മരിക്കാൻ ഉപേക്ഷിക്കപ്പെട്ടവരെ അവർ കൂട്ടിക്കൊണ്ടുപോയി. അവർ ഈ മാലാഖമാരെ പോലെ മരിക്കാൻ അർഹരാണെന്നു കരുതി സ്നേഹത്തോടെ സംരക്ഷിച്ചു. അവർ ഈ വേഷം മാറിയ യേശുവിനെ കണ്ടു, കുനിഞ്ഞു, തൊട്ടുകൂടാത്തവരെ തൊട്ടു. അതാണ് കരുണ. മറുവശത്തു നിന്നും നമുക്കറിയാം കരുണയെ. എത്രയോ തവണ നാം ദൈവസന്നിധിയിൽ ഒഴിഞ്ഞ കൈകളോടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്: കർത്താവേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണം. ദൈവം നമ്മുടെ വലിയ കടം റദ്ദാക്കിയെങ്കിൽ മറ്റൊരാളുടെ ചെറിയ കടം ഇത്ര മുറുകെ പിടിക്കാൻ നമുക്കെങ്ങനെ കഴിയും? കരുണ ബലഹീനതയല്ല, നമ്മുടെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന ദൈവഹൃദയത്തിന്റെ ശക്തിയാണ്. യേശു വാഗ്ദാനം ചെയ്യുന്നു: കരുണയോടെ ജീവിക്കുന്നവർക്ക് കരുണ ഒരിക്കലും തീരുകയില്ല. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, കാരണം അവർ ദൈവത്തെ കാണും. ഇവിടെ നമ്മൾ മടിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധമല്ലെന്ന് നമുക്കറിയാം. നമ്മുടെ ചിന്തകളും ഉദ്ദേശ്യങ്ങളും നമുക്ക് നന്നായറിയാം. തിരുവെഴുത്തു ചോദിക്കുന്നു: എന്റെ ഹൃദയം ശുദ്ധമാണ് എന്ന് ആർക്കു പറയാൻ കഴിയും? നമ്മിൽ ആർക്കും ഇല്ല. എന്നാൽ ഹൃദയശുദ്ധി സ്വയംപൂർണ്ണതയല്ല, അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ദൈവമേ, എന്നിൽ ഒരു ശുദ്ധഹൃദയം സൃഷ്ടിക്കണമേ. സ്നാനത്തിലൂടെയും കുമ്പസാരത്തിലൂടെയും ദിവ്യകാരുണ്യത്തിലൂടെയും ക്രിസ്തു നമ്മെ പതുക്കെ ലളിതമാക്കുന്നു, ഇരട്ട ജീവിതത്തിൽ നിന്നും മോചിപ്പിക്കുന്നു, നമ്മുടെ ഹൃദയത്തെ തന്റെ ഹൃദയത്തോട് സാമ്യമാക്കുന്നു. ഇപ്പോൾ തന്നെ ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുന്നു. തിരുവെഴുത്തുകളിൽ, കൂദാശകളിൽ, ദരിദ്രരിൽ, ദൈനംദിന ജീവിതത്തിൽ. ഒരു ദിവസം അവിടുത്തെ പ്രവൃത്തി പൂർത്തിയാക്കാൻ നാം അനുവദിച്ചാൽ മുഖാമുഖം അവിടെ നിന്നെ കാണാം. നാം അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, കാരണം അവർ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടും. സമാധാനമുണ്ടാക്കുന്നവർ സംഘർഷം ഒഴിവാക്കുന്നവരല്ല, അവർ സംഘർഷത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറുള്ളവരാണ്, അതിനെ സുഖപ്പെടുത്താൻ. മറ്റുള്ളവരുമായി സമാധാനം. വേദനിപ്പിച്ചപ്പോൾ ഖേദിക്കുക, വേദനിപ്പിക്കപ്പെട്ടപ്പോൾ ക്ഷമിക്കുക. മറ്റുള്ളവർക്കിടയിൽ സമാധാനം. ഗോസിപ്പ് നിരസിക്കുക, സംസാരത്തിന് പ്രോത്സാഹനം നൽകുക, വിഭാഗീയത വളരാൻ അനുവദിക്കാതിരിക്കുക. മറ്റുള്ളവരും ദൈവവും തമ്മിൽ സമാധാനം. പ്രാർത്ഥനയിലേക്കും കുർബാനയിലേക്കും വിശ്വാസത്തിലേക്കും തിരികെ ക്ഷണിക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു സമാധാന നിർമ്മാതാവാണ്. ദൈവമാണ് വലിയ സമാധാന നിർമ്മാതാവ്. ക്രിസ്തുവിൽ കുരിശിന്റെ രക്തത്തിലൂടെ അവിടുന്ന് സമാധാനം സ്ഥാപിച്ചു. നാം അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ സ്വർഗം പറയുന്നു: ഇവിടെ ദൈവത്തിന്റെ ഒരു മകൻ, മകളുണ്ട്. നമ്മുടെ ലോകത്തെ സത്യസന്ധമായി നോക്കുക. ഗവൺമെന്റുകൾ സൈന്യങ്ങളെ നിർമ്മിക്കുന്നു, അധികാരത്തിലൂടെയും ആയുധങ്ങളിലൂടെയും സമാധാനവും സുരക്ഷയും വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ ഒരു തോക്കിനും മുറിവേറ്റ ഹൃദയത്തെ സുഖപ്പെടുത്താൻ കഴിയില്ല. ശത്രുവിനെ താൽക്കാലികമായി നിർത്താം, പക്ഷേ ഭയത്താൽ സഹോദരനാക്കാൻ കഴിയില്ല. യഥാർത്ഥ സമാധാനം നിശബ്ദമായ തോക്കുകളേക്കാൾ അധികമാണ്. അത് നീതിയുടെയും സ്നേഹത്തിന്റെയും ഫലമാണ്. നമ്മുടെ അന്തിമ വിശ്വാസം സൈന്യങ്ങളിലോ ബജറ്റുകളിലോ അല്ല, നമ്മുടെ ജന്മദേശം സ്വർഗമാണ്. യേശു തന്റെ സഭയോട് ആവശ്യപ്പെടുന്നത് മറ്റൊരു സമാധാനമാണ്, സ്നേഹത്തിന്റെ സമാധാനം. അതിനാൽ നമുക്ക് സ്വയം പരിശോധിക്കാം.
ക്രിസ്ത്യാനികൾ ദൈവത്തിനു വേണ്ടി സ്വയം ചുമത്തിയിരിക്കുന്നത് ബലപ്രയോഗത്തിലൂടെയല്ല, സ്നേഹത്തിലൂടെയാണ്. നമ്മുടെ സമയത്തിന്റെ ഒരു ഭാഗം കർത്താവിന് വേണ്ടി, വരുമാനത്തിന്റെ ഒരു ഭാഗം ദരിദ്രർക്കു വേണ്ടി, ഊർജ്ജത്തിന്റെ ഒരു ഭാഗം സമാധാനത്തിനു വേണ്ടി. ദൈവത്തിന്റെ കൈകളിൽ നാം എന്തു നൽകിയാലും അവിടുന്ന് അതിനെ വർദ്ധിപ്പിക്കും. നീതിക്കുവേണ്ടി പീഡിപ്പിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. ഈ അനുഗ്രഹം അവസാനമായി വരുന്നു, കാരണം അത് ഏറ്റവും ചെലവേറിയതാണ്. കരുണയോടും ശുദ്ധിയോടും സമാധാനത്തോടും ജീവിക്കുമ്പോൾ ലോകം പിന്നോട്ടു തള്ളും. എല്ലാ കഷ്ടപ്പാടും യേശു അനുഗ്രഹിക്കുന്നില്ല, അവിടുന്ന് നിമിത്തം വരുന്ന കഷ്ടപ്പാടുകളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. സത്യത്തിനും നീതിക്കും വിശ്വസ്തതയ്ക്കും വേണ്ടി വരുന്ന പീഡനത്തിന്റെ മുന്നിൽ അവിടുന്ന് പറയുന്നു, ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുവിൻ, കാരണം സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ്. നിങ്ങൾ പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും പാതയിലാണ് നടക്കുന്നത്. സഹോദരങ്ങളെ, ഭാഗ്യങ്ങൾ ഒരു വലിയ വിപരീതാവസ്ഥയാണ് വിവരിക്കുന്നത്. നാം അവയെ നേടുന്നില്ല, നാം അവ അവകാശപ്പെടുന്നു. സ്നാനകാലം മുതൽ സ്വർഗരാജ്യം അവരുടേതാണ് എന്ന വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. രാജ്യം ഭാവി മാത്രമല്ല, ഭാഗ്യങ്ങൾ ജീവിക്കുന്നിടത്തെല്ലാം അത് ഇവിടെയുണ്ട്, നിശബ്ദമായി സംഗീതനായി. ഓരോ ദിവ്യകാരുണ്യത്തിലും ആത്മാവിൽ ദരിദ്രനും സൗമ്യനും കരുണയുള്ളവനും ഹൃദയശുദ്ധിയുള്ളവനും സമാധാനദാതാവും സ്നേഹത്തിനുവേണ്ടി പീഡിപ്പിക്കപ്പെട്ടവനുമായി യേശുവിന്റെ ജീവൻ നമ്മിൽ വളരട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ആദ്യം ഒരു ജോലിപ്പട്ടികയല്ല, അവ യേശുവിന്റെ ഒരു ജീവനുള്ള ചിത്രമാണ്. അവിടുന്ന് നാം ആരാകണമെന്നതിന്റെ ചിത്രം. അതിനാൽ ഇന്ന് നമുക്കൊരു കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, എന്റെ ഹൃദയത്തെ നിന്റെ ഹൃദയത്തെ പോലെയാക്കണം. നിന്റെ മഹത്വം എന്നെ പഠിപ്പിക്കണമേ. പിതാവിന്റെ സ്നേഹത്താലും ആത്മാവിന്റെ ശക്തിയാലും എന്റെ ജീവിതം ഈ ലോകത്തു നിന്റെ വചനത്തിന്റെ ഒരു ചെറിയ പ്രതിഫലനയാകട്ടെ. ആമേൻ.